നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR Gold and Diamonds തൃപ്രയാർ. പാലിയേക്കരയിൽ ടോൾ പിരിവ് പുനരാരംഭിക്കാൻ അനുമതി നൽകാതെ ഹൈക്കോടതി. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് തുടരുന്നുവെന്ന് കളക്ടർ. ഹർജി ഈ മാസം 30-ന് വീണ്ടും പരിഗണിക്കും. അതിരപ്പള്ളി അരൂർമുഴിയിൽ വീണ്ടും പുലിയിറങ്ങി തൊഴുത്തിൽ കെട്ടിയിട്ടിരുന്ന പശുക്കുട്ടിയെ കൊന്നു. വാൽപ്പാറയിൽ തോട്ടം തൊഴിലാളികൾക്ക് നേരെ കരടി പാഞ്ഞെടുത്തു. അന്തിക്കാട് മാങ്ങാട്ടുകര ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ മോഷണം. 6 ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് പണവും വെള്ളിക്കുടവും കവർന്നു. ഗുരുവായൂർ നഗരത്തിലെ ഗതാഗത പരിഷ്കരണത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഗതാഗത പരിഷ്കാരം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട ഗുരുവായൂരിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ വെള്ളിയാഴ്ച അർദ്ധരാത്രി മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കും. എരുമപ്പെട്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ ആരംഭിക്കുവാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. മന്ത്രി വാക്കുപാലിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ കെട്ടിടങ്ങളുടെ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ചു. വാർത്തകൾ വിശദമായി. പാലിയേക്കരയിലെ ടോൾ പിരിവിനുള്ള വിലക്ക് തുടരുമെന്ന് ഹൈക്കോടതി. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് തുടരുകയാണെന്ന് ജില്ലാ കളക്ടർ കോടതിയെ അറിയിച്ചു. തുടർന്ന് ഇത് സംബന്ധിച്ച ഹർജി അടുത്ത ചൊവ്വാഴ്ച പരിഗണിക്കുന്നതിനായി ഡിവിഷൻ ബെഞ്ച് മാറ്റിവെച്ചു. പാലിയേക്കരയിലെ ടോൾ പിരിവ് തടഞ്ഞ് 51 ദിവസം പിന്നിട്ടെങ്കിലും ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കടക്കമുള്ള പ്രശ്നങ്ങൾ തുടരുന്നുവെന്നാണ് ഹൈക്കോടതിക്ക് ജില്ലാ കളക്ടർ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. അതിനാൽ ടോൾ പിരിവ് പുനഃസ്ഥാപിക്കണമെന്ന ദേശീയപാത അതോറിറ്റിയുടെയും കരാർ കമ്പനിയുടെയും ആവശ്യത്തിൽ തീരുമാനമെടുക്കുന്നത് കോടതി നീട്ടിവെച്ചു. മുരിങ്ങൂരിൽ സർവീസ് റോഡ് ഇടിഞ്ഞ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിട്ടില്ലെന്ന് കളക്ടർ അറിയിച്ചു. ഇവിടെ സുരക്ഷാ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടില്ലെന്നും ബോധിപ്പിച്ചു. ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ യാത്രക്കാർക്ക് സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. പലയിടങ്ങളിലും വലിയ കുഴികൾ രൂപപ്പെട്ടു. ഈ ഭാഗങ്ങളിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നെങ്കിലും പാലിക്കപ്പെട്ടില്ല. ഗൗരവമായ വിഷയമായതുകൊണ്ട് കൂടുതൽ പ്രാധാന്യം നൽകണം. മുരിങ്ങൂരിൽ സംഭവിച്ചത് ഏതു ഭാഗത്ത് വേണമെങ്കിലും സംഭവിക്കാമെന്ന കളക്ടറുടെ നിരീക്ഷണവും കോടതി ഗൗരവത്തിലെടുത്തു. സർവീസ് റോഡ് തകർച്ചയെ തുടർന്നുള്ള ഗതാഗതക്കുരുക്ക് തുടരുകയാണെന്നും വ്യക്തമാക്കി. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ടോൾ പിരിവ് തടഞ്ഞുള്ള ഇടക്കാല ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് നീട്ടിയത്. വിഷയം ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. അതിനിടെ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സമിതിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടെന്നും ടോൾ പിരിവ് പുനരാരംഭിക്കാൻ അനുവദിക്കണമെന്നും ദേശീയപാത അതോറിറ്റി ആവശ്യപ്പെട്ടു. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിനെ തുടർന്ന് ഓഗസ്റ്റ് 6-നാണ് ടോൾ പിരിവ് ഹൈക്കോടതി തടഞ്ഞത്. കോൺഗ്രസ് നേതാക്കളായ ജോസഫ് ടാജറ്റ്, ഷാജി കോടങ്കണ്ടത്ത്, OJ ജനീഷ് എന്നിവർ സമർപ്പിച്ച ഹർജിയിലായിരുന്നു നടപടി. ടോൾ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച ഇടക്കാല ഉത്തരവ് സെപ്റ്റംബർ 22-ന് ഉണ്ടാകുമെന്നാണ് കരുതിയിരുന്നത്. വാദത്തിനിടെ ചില വ്യവസ്ഥകളോടെ ടോൾ പുനരാരംഭിക്കുന്നത് അനുവദിക്കാമെന്ന് കോടതി പരാമർശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം മുരിങ്ങൂരിൽ സർവീസ് റോഡ് ഇടിഞ്ഞ് ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ടോൾ പിരിവ് പുനരാരംഭിക്കുന്നതിൽ തീരുമാനം മാറ്റിയത്. ന്യൂസ് ഡെസ്ക് TCV. അതിരപ്പള്ളി അരൂർമുഴിയിൽ വീണ്ടും പുലിയിറങ്ങി തൊഴുത്തിൽ കെട്ടിയിട്ടിരുന്ന പശുക്കുട്ടിയെ പുലി കൊന്നു. നഴ്സറിപ്പടി പരിസരത്തെ പുതിയാടത്ത് സുരേന്ദ്രന്റെ 4 മാസം പ്രായമുള്ള പശുക്കുട്ടിയെയാണ് ബുധനാഴ്ച രാത്രി പുലി കൊന്നത്. ശബ്ദം കേട്ട് സുരേന്ദ്രനും വീട്ടുകാരും ലൈറ്റിട്ട് നോക്കിയപ്പോൾ തൊഴുത്തിൽ നിന്ന് പശുക്കുട്ടിയെ പുറത്തേക്ക് വലിച്ചിട്ട് കടിക്കുന്ന പുലിയെയാണ് കണ്ടത്. ഇവർ ബഹളം ഉണ്ടാക്കിയതോടെ പുലി ഓടിപ്പോയി. വീട്ടുകാർ പുറത്തിറങ്ങി നോക്കിയപ്പോൾ പശുക്കുട്ടി ചത്തിരുന്നു. പറമ്പിന് ചുറ്റും ഫെൻസിംഗ് സംവിധാനമുള്ള വീടാണ് സുരേന്ദ്രന്റേത്. ഇതിനു പുറമെ പറമ്പിൽ മറ്റു കമ്പിവേലിയും കെട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ചാടിക്കടന്നാണ് പുലി തൊഴുത്തിലെത്തിയത്. 1 മാസം മുമ്പ് ഇയാളുടെ മറ്റൊരു പശുവിനെ പുലി ആക്രമിച്ച് വകവരുത്തിയിരുന്നു. തുടരെയുള്ള പുലിയാക്രമണത്തിൽ പ്രദേശത്തുള്ളവർ ആശങ്കയിലാണ്. പുലിയെ പേടിച്ച് നാട്ടുകാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. ഒരാടിന് 2 പട്ടിക്കുഞ്ഞി ഇതിനൊക്കെ പുലി പിടിച്ചിട്ടുണ്ട്. മനുഷ്യർക്കൂടി ജീവിക്കാൻ പറ്റാത്ത കണ്ടീഷനായി. പിള്ളേരെ പുറത്ത് ഇറക്കിടാൻ പറ്റാത്ത കണ്ടീഷനായി. ഇപ്പോൾ പകൽ വരെ പുലി വന്നുകൊണ്ടിരിക്കുക. കൂട് വയ്ക്കാന്ന് പറഞ്ഞാൽ ഒരു കൂട് വെച്ചിട്ടില്ല. TCV ന്യൂസ്, ചാലക്കുടി. തമിഴ്നാട് വാൽപ്പാറയിൽ വീണ്ടും കരടി ഇറങ്ങി. വ്യാഴാഴ്ച പുലർച്ചെ പർലേലി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് റോഡിൽ വെച്ചാണ് തൊഴിലാളികൾക്ക് നേരെ കരടി പാഞ്ഞെടുത്തത്. കയ്യിലിരുന്ന കുടകൊണ്ട് പ്രതിരോധിച്ച തൊഴിലാളി സ്ഥലത്തുനിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇയാൾ കരടിയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടത്. എസ്റ്റേറ്റിലെ തൊഴിലാളി ഡാനിയേലിന്റെ വീടിന്റെ മുന്നിലും കരടിയെത്തി. രൂക്ഷമായ ദുർഗന്ധവും ശബ്ദവും കേട്ട് ഡാനിയേൽ CCTV പരിശോധിച്ചപ്പോഴാണ് വീടിന്റെ സിറ്റൌട്ടിൽ ഇരിക്കുന്ന കരടിയെ കണ്ടത്. വാതിൽ തുറക്കാതെ തന്നെ അകത്തുനിന്ന് വീട്ടുകാർ ശബ്ദമുണ്ടാക്കുകയും കരടിയെ തുരത്തുകയുമായിരുന്നു. വാൽപ്പാറയിൽ തന്നെയാണ്
1.5 മാസം മുൻപ് ഒരു ബാലനെ കരടി ആക്രമിച്ച് വകവരുത്തിയത്. ഒറ്റപ്പാലത്ത് ജനവാസ മേഖലയിൽ പുലിയെ കണ്ടു എന്ന അഭ്യൂഹത്തെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. കണ്ടെത്തിയ കാൽപ്പാടുകൾ കാട്ടുപൂച്ചയുടേതാണെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അന്തിക്കാട് മാങ്ങാട്ടുകര ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ 6 ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് പണം കവർന്നു. ഇന്ന് രാവിലെ ക്ഷേത്രത്തിലെത്തിയവരാണ് മോഷണ വിവരം അറിയുന്നത്. കൗണ്ടറിന്റെ പൂട്ട് തകർത്ത് അകത്ത് കയറിയ മോഷ്ടാവ് ഓഫീസിന്റെ താക്കോൽ എടുത്ത് ഓഫീസ് മുറിയിൽ കയറുകയും 30,000 രൂപ വില വരുന്ന പൂജയ്ക്കുപയോഗിക്കുന്ന വെള്ളിക്കുടം മോഷ്ടിക്കുകയും ചെയ്തു. ഭണ്ഡാരങ്ങളിൽ നിന്ന് 15,000 രൂപയോളം നഷ്ടപ്പെട്ടതായാണ് കണക്കാക്കുന്നത്. സ്വർണം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ലോക്കറിലായതിനാൽ നഷ്ടപ്പെട്ടിട്ടില്ല. ക്ഷേത്രം ഭാരവാഹികളുടെ പരാതിയെ തുടർന്ന് അന്തിക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ക്ഷേത്രത്തിൽ CCTV ക്യാമറയില്ലാത്തതിനാൽ സമീപത്തെ വീടുകളിലെ ക്യാമറകൾ പരിശോധിക്കാനാണ് പോലീസിന്റെ നീക്കം. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അന്തിക്കാട് സ്റ്റേഷൻ പരിധിയിൽ 10-ലധികം ക്ഷേത്രങ്ങളിൽ മോഷണം നടന്നുവെങ്കിലും ഒരു കേസിൽ പോലും പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. പോലീസ് ഏർപ്പെടുത്തിയ ട്രാഫിക് പരിഷ്കരണം പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ട് ഗുരുവായൂരിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഓട്ടം നിർത്തി അനിശ്ചിതകാല സമരത്തിന് ഒരുങ്ങുന്നു. ക്ഷേത്രനഗരിയിലെ 800-ലധികം വരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ് വെള്ളിയാഴ്ച അർദ്ധരാത്രി മുതൽ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ക്ഷേത്രനഗരിയിൽ വർദ്ധിച്ചു വരുന്ന ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാനായാണ് ഇന്നർ ഔട്ടർ റിംഗ് റോഡുകളിൽ പോലീസ് വൺ വേ സംവിധാനം കർശനമാക്കിയത്. നേരത്തെ ക്ഷേത്രത്തിൽ തിരക്കുള്ള ദിവസങ്ങളിൽ മാത്രമായിരുന്നു വൺ വേ. ഇത് ഓട്ടോറിക്ഷകൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കും ബാധകമായിരുന്നില്ല. എന്നിട്ടും ഗതാഗതക്കുരുക്കിന് ശമനം കാണാതായതോടെ ഓട്ടോറിക്ഷകൾക്കും വൺ വേ ബാധകമാക്കുകയായിരുന്നു. അഷ്ടമിരോഹിണി അടക്കമുള്ള തിരക്കേറിയ ദിവസങ്ങളിൽ ഈ പരീക്ഷണം വിജയകരമായതോടെയാണ് ദിവസവും ഈ രീതി തുടരാൻ തീരുമാനിച്ചത്. ഇത് സംബന്ധിച്ച് ACP C പ്രേമാനന്ദകൃഷ്ണൻ ഓട്ടോ ഡ്രൈവർമാരുടെ സംഘടനാ പ്രതിനിധികളുമായി ചർച്ച നടത്തി. എന്നാൽ തീരുമാനം അംഗീകരിക്കാൻ ഇവർ തയ്യാറായില്ല. ഔട്ടർ റിംഗ് റോഡിൽ പൂർണ്ണമായും വൺ വേ ഒഴിവാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഈ പ്രതിഷേധത്തോടെ നമ്മൾ പറയുന്നത് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ കണ്ണു തുറക്കുന്നതാണ്. തൊഴിലാളികളെ ജീവിതമാർഗം മുട്ടിക്കാതെ അവരെ സംരക്ഷിക്കേണ്ട ഒരു കടമ ഇവിടുത്തെ ഉദ്യോഗസ്ഥരും ഇവിടുത്തെ മുനിസിപ്പാലിറ്റിക്കും ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പുതിയ പരിഷ്കരണ പ്രകാരം കാലിയായി ഓടുന്ന ഓട്ടോറിക്ഷകളിൽ നിന്ന് പിഴ ഈടാക്കുന്നുണ്ടെന്നും ഡ്രൈവർമാർ പറയുന്നു. ഇതുമൂലം യാത്രക്കാരെ ഇറക്കി സ്റ്റാൻഡിലേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണെന്നും ഡ്രൈവർമാർ ചൂണ്ടിക്കാട്ടുന്നു. CITU, INTUC, BMS, AITUC സംഘടനകൾ സംയുക്തമായാണ് സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. TCV ഗുരുവായൂർ. എരുമപ്പെട്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ ആരംഭിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ആശുപത്രിയിൽ ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച പുതിയ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കഴിഞ്ഞ 9 വർഷം കൊണ്ടാണ് എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിൽ വലിയ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നതും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചതും. കേരളത്തിലെ മുഴുവൻ ആരോഗ്യ കേന്ദ്രങ്ങളും സാധാരണക്കാർക്ക് ഗുണകരമാകുന്ന തരത്തിലേക്ക് മാറ്റാൻ കഴിഞ്ഞു. നിർധനരായവർക്ക് അപ്രാപ്യമായിരുന്ന ചികിത്സകൾ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലും ലഭിക്കുന്നുണ്ട്. സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ചികിത്സാ മികവിന് മുന്നിൽ സ്വകാര്യ ആശുപത്രികൾ മുട്ടുമടക്കിയ അവസ്ഥയാണ്. സർക്കാർ ആശുപത്രികൾ കുടുംബ സൗഹാർദ്ദ കേന്ദ്രങ്ങളായി മാറിയെന്നും വികസനത്തിന് രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലെന്നും വികസനങ്ങൾ തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നാടിന് ഗുണകരമല്ലെന്നും മന്ത്രി പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ചെയ്ത സർക്കാർ ഇതിന്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളും ചെയ്തിരിക്കും. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് സമയബന്ധിതമായി തന്നെ ആ കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ആണ് പ്രത്യേകം ഈ സദസ്സിന് മുൻപാകെ പറയുവാനായിട്ട് ഉള്ളത്. അതായത് ലക്ഷക്കണക്കിന് രൂപ സ്വകാര്യ മേഖലയിൽ ആവശ്യമായി വരുന്ന ചികിത്സ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആൻജിയോപ്ലാസ്റ്റീസ് സ്വകാര്യ മേഖലയിൽ ചെയ്യണമെങ്കിൽ 5-6 ലക്ഷം രൂപയായിരുന്നു. പക്ഷെ ഇന്ന് സ്ഥിതി മാറി. എന്തുകൊണ്ട് മാറി? എല്ലാ ജില്ലാ ജനറൽ ആശുപത്രികളിലും, ഒന്നി ജില്ലാ ആശുപത്രി അല്ലെ ജില്ലാ തലത്തിലുള്ള ജനറൽ ആശുപത്രിയിൽ കാത്ത് ലാബുകൾ വന്നു. എന്താണ് ഫലം? കാസ്പിലൂടെ സൗജന്യമായി ആൻജിയോപ്ലാസ്റ്റി. നമ്മൾ നെഞ്ചുവേദന ഉണ്ടായി പോകുമ്പോൾ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപയുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കൊരു 1000 രൂപ ഒന്നിച്ചെടുക്കാൻ നമ്മുടെ കയ്യിൽ കാണില്ല. അതാണ് സർക്കാരിന്റെ നയം. നിസ്സഹായരാകണ്ട, രോഗത്തിന്റെ മുന്നിൽ നിസ്സഹായരായി പോകരുത്, നമുക്ക് ചേർത്ത് പിടിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ 13 ജില്ലാ ആശുപത്രികളിൽ ഇപ്പോൾ ഉണ്ട്. ഇടുക്കിയിലൂടെ നമ്മൾ കാത്ത് ലാബ് ആരംഭിക്കാൻ പോവുകയാണ്.
AC മൊയ്തീൻ MLA അധ്യക്ഷനായി. MP K രാധാകൃഷ്ണൻ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ S ബസന്ത്ലാൽ, TR ഷോബി, മീന സാജൻ, PP സുനിത, DMO TP ശ്രീദേവി, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ TP രാജഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. TCV എരുമപ്പെട്ടി. എരുമപ്പെട്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ കെട്ടിടങ്ങളുടെ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. ഉദ്ഘാടന വേദിയിലേക്ക് നടത്തിയ മാർച്ച് ആശുപത്രിക്ക് 200 മീറ്റർ അകലെ വെച്ച് പോലീസ് തടഞ്ഞു. എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിൽ കിടത്തി ചികിത്സ ഉടൻ ആരംഭിക്കുക, ആവശ്യമായ ജീവനക്കാരെ ഉടൻ നിയമിക്കുക, മന്ത്രി വീണ ജോർജും AC മൊയ്തീൻ MLAയും വാക്കുപാലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. പ്രതിഷേധ യോഗം കോൺഗ്രസ് കുന്നംകുളം ബ്ലോക്ക് മുൻ പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. നേതൃത്വം കൊടുക്കുന്ന CPM എങ്ങനെയാണ് അത് പരാജയപ്പെടുത്തുന്നത്? കേരളത്തിനകത്ത് ഈ കുന്നംകുളം നിയോജക മണ്ഡലത്തിന്റെ MLA ആയ ഇതിനു മുമ്പ് മന്ത്രിയായ ശ്രീ AC മൊയ്തീൻ ഇവിടെ 5 വർഷക്കാലം മന്ത്രിയായിരുന്നല്ലോ. ആ കാലഘട്ടങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാമായിരുന്നല്ലോ. അദ്ദേഹത്തിന് സ്വാധീനം ചെലുത്തിക്കൊണ്ട്, ഗവൺമെന്റിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് ആവശ്യക്കാരായ ഡോക്ടർമാരെ ഇവിടേക്ക് കൊണ്ടുവരാമായിരുന്നല്ലോ. ആവശ്യക്കാരായ ജീവനക്കാരെ നിയമിക്കാമായിരുന്നല്ലോ. ആവശ്യത്തിന് വേണ്ട മരുന്നുകൾ ഇവിടെ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ട് അദ്ദേഹം എടുത്തില്ല? മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷത വഹിച്ചു. UDF കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, NK കബീർ, ചന്ദ്രപ്രകാശ് ഇടമന തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. തുടർന്ന് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. പാവപ്പെട്ട ജനങ്ങളെ സമരം ചെയ്യും കോൺഗ്രസിന്റെ ഭടന്മാര്. വികസന പ്രവർത്തനത്തിൽ സങ്കുചിത മനസ്സാണ് കോൺഗ്രസിനെന്ന് AC മൊയ്തീൻ MLA പറഞ്ഞു. എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിലെ പുതിയ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം ബഹിഷ്കരിച്ച് മാർച്ച് നടത്തിയ കോൺഗ്രസിനെതിരെ അധ്യക്ഷ പ്രസംഗത്തിലാണ് രൂക്ഷമായ വിമർശനം നടത്തിയത്. 20ഓളം പേരെ വെച്ച് നടത്തിയ മാർച്ച് എന്തിനാണെന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് പോലും അറിയില്ലെന്നും MLA പരിഹസിച്ചു. പുതിയ കെട്ടിടം നിർമ്മിച്ചതിനും വികസനത്തിനും എതിരാണോ പ്രതിഷേധമെന്ന് കോൺഗ്രസ് ജനങ്ങളോട് പറയേണ്ടി വരുമെന്നും വികസനത്തിൽ രാഷ്ട്രീയം കാണാത്തവർ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും MLA പറഞ്ഞു. എന്തിനാണ് പ്രതിഷേധം എന്ന് പ്രതിഷേധിച്ച ആളുകൾക്കറിയില്ല. ഈ കെട്ടിടം പണിതതിനാണോ പ്രതിഷേധം? പഴയ പോലെ അവസ്ഥയിൽ നിന്ന് മാറി ഈ കെട്ടിടം മനോഹരമായി പൂർത്തീകരിച്ചതാണോ ആക്ഷേപത്തിനിടയാക്കിയതെന്ന് അവർ നാട്ടുകാരോട് പറയേണ്ടി വരും. പക്ഷേ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ, ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സദസ്സൊന്നുമല്ല, ഇത് ഈ നാടിൻ്റെ സദസ്സായി മാറ്റാൻ ഈ നാട്ടിലെ ഈ വികസനത്തിന് സ്നേഹിക്കുന്ന എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സർക്കാരിന് വേണ്ടി ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഞാൻ അവരെ ആകെ അഭിവാദ്യം ചെയ്യാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. വികസന പ്രവർത്തനത്തിൽ സങ്കുചിത മനസ്സുണ്ടാകരുത്. ഞങ്ങൾ ഇത്തരം പരിപാടി നടക്കുമ്പോൾ മറ്റാരെങ്കിലുമാണ് ഭരണത്തിലുള്ളത് കൊണ്ട് മാറി നിന്നവരല്ല, അത് ഏറ്റെടുത്തവരാണ്. ആ സുഹൃത്തുക്കൾ തിരുത്തണം എന്ന വിനയപൂർവമായ അഭ്യർത്ഥന വെക്കാനാണ്. ഇടവേള. ലിയോസിൽ ഓണപ്പൂരം കൊടിയേറി മക്കളെ. എല്ലാ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് സ്വർണ്ണ നാണയം സമ്മാനം. അത്തം മുതൽ തിരുവോണം വരെ എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. കഴിഞ്ഞില്ല, വിവാഹ പാർട്ടികൾക്ക് വെറും 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും. അപ്പൊ വേഗമാവട്ടെ, ഓണപ്പൂരം അടിപൊളിയാക്കാം. ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി,
കയ്യോന്നി അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകളിലേക്ക് വീണ്ടും. ചന്ദ്രാപിന്നിയിൽ നിയന്ത്രണം വിട്ട കാർ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് പാഞ്ഞുകയറി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ചന്ദ്രാപിന്നി തെക്കേ ബസ് സ്റ്റോപ്പിലായിരുന്നു സംഭവം. എറണാകുളം സ്വദേശിയാണ് കാറിലുണ്ടായിരുന്നത്. മലപ്പുറത്തേക്ക് പോകുന്നതിനിടയിലായിരുന്നു അപകടം. സംഭവസമയം ബസ് സ്റ്റോപ്പിൽ ആരുമില്ലാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. മാള കുണ്ടായിയിൽ നിയന്ത്രണം വിട്ട വാഹനമിടിച്ച് 4 പേർക്ക് പരിക്കേറ്റു. ലോട്ടറി വിൽപ്പനക്കാരനും 3 ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കുമാണ് പരിക്കേറ്റത്. സാരമായി പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവർ പോളിയെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുല്ലശ്ശേരി മാടക്കാക്കൽ പാലത്തിന് സമീപം കണ്ണോത്ത് റോഡിൽ ശുചിമുറി മാലിന്യം തള്ളി. കൃഷി ആവശ്യങ്ങൾക്കായി വെള്ളം ഉപയോഗിക്കുന്ന കോൾപ്പടവിലെ ചെമ്മീൻ ചാലിലെ 2 സ്ഥലങ്ങളിലായാണ് മാലിന്യം തള്ളിയത്. കർഷകർ പഞ്ചായത്തിലും ആരോഗ്യവകുപ്പിലും പരാതി നൽകിയതിനെ തുടർന്ന് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള ഒക്ടോബർ 14, 15, 16 തീയതികളിൽ കുന്നംകുളത്ത് നടക്കും. കായികമേളയുടെ മുന്നോടിയായി 201 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ PM സുരേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ബാലകൃഷ്ണൻ, കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ, പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് രാമകൃഷ്ണൻ, കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ CR സന്തോഷ്, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പ്രിയ സജീഷ്, PK ഷബീർ, T സോമശേഖരൻ തുടങ്ങിയവർ പങ്കെടുത്തു. 2023 ആർക്കും ഒരു മേള നടത്തി തീർക്കാം. ഞാൻ പറഞ്ഞത് ഇരിഞ്ഞാലക്കുട KSRTC ഡിപ്പോ അടച്ചുപൂട്ടാനുള്ള നീക്കത്തിൽ പ്രതിഷേധവുമായി സംരക്ഷണ സമിതി രംഗത്ത്. സമിതി സംഘടിപ്പിച്ച ഡിപ്പോ സംരക്ഷണ സദസ്സ് മുൻ ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. സമിതി ചെയർമാൻ രാജീവ് മുല്ലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ സേതുമാധവൻ പറയമ്പളപ്പിൽ, നഗരസഭാ കൗൺസിലർമാരായ സന്തോഷ് ബോബൻ, KM സന്തോഷ്, അമ്പിളി ജയൻ, സ്മിത കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മുരിയാട് കായൽ മേഖലയിൽ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംഘം സന്ദർശനം നടത്തി. ജില്ലയിലെ നെൽകർഷകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര കാർഷിക ജോയിന്റ് സെക്രട്ടറി S രുക്മിണിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മുരിയാട് കോൾ മേഖലയിൽ സന്ദർശനം നടത്തിയത്. കർഷകരുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർക്ക് കൈമാറി. കായൽ മേഖലയിൽ മത്സ്യകൃഷി, താമരകൃഷി തുടങ്ങിയവ കേന്ദ്ര പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുക, കോന്തിപുലം പാടത്ത് സ്ഥിരം തടയണ നിർമ്മിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളാണ് കർഷകർ മുന്നോട്ട് വെച്ചത്. പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ച സംഭവത്തിൽ 68-കാരൻ അറസ്റ്റിൽ. മുനിക്കക്കടവ് അഴിമുഖം പുഴങ്ങര വീട്ടിൽ അബ്ദുള്ളയാണ് ചാവക്കാട് പോലീസിന്റെ പിടിയിലായത്. പ്രതി നടത്തിയിരുന്ന കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വന്ന കുട്ടിക്കെതിരെയാണ് ഇയാൾ പലതവണ ലൈംഗികാതിക്രമം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് പരിസരത്തെ കാനകളിലൂടെ ശുചിമുറി മാലിന്യം ഒഴുക്കുന്നതായി പരാതി. നഗരസഭയുടെ 19, 22 വാർഡുകളിലൂടെ കടന്നുപോകുന്ന പുളിക്കൽ റോഡിലെ കാനയിലൂടെയാണ് ശുചിമുറി മാലിന്യം ഒഴുകുന്നത്. കാനയിലൂടെ വലിയ തോട് വഴി ചക്കംകണ്ടം കായലിലേക്കാണ് ഇവ ചെന്നടിയുന്നത്. ഇതുമൂലം പരിസരത്ത് ദുർഗന്ധം രൂക്ഷമാണ്. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും നഗരസഭ ആരോഗ്യ വിഭാഗം നടപടിയെടുക്കുന്നില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പം ഈ അഴുക്കുചാല് പറഞ്ഞാൽ ഇവിടെ ശരിക്കും ശുദ്ധമായ വെള്ളം ഒഴുകുന്നൊരു സ്ഥലമാണ് ഇവിടെ. വേറെ വീടുകളല്ലാതെ വേറെ ഒന്നും ഇവിടെ സമീപത്ത് ഉണ്ടായിരുന്നില്ല. കുറേ ഫ്ലാറ്റുകളൊക്കെ വന്നു വെച്ചാൽ ഈ കഴിഞ്ഞ മഴക്കാലം മുതൽ ഈ ചാലിലൂടെ പോകുന്ന വെള്ളത്തിന് മഴ പെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് ആ മഴ സ്റ്റാർട്ട് ചെയ്താൽ അപ്പം ഒരു മഞ്ഞ കളറുള്ള വെള്ളം അതിൻ്റെ കൂടെ ഒഴുകി വരും. നല്ല മഴയത്ത് അതങ്ങനെ ഒഴുകി തെക്കണ്ടത്തേക്ക് പോവുകയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി ഇതേമാതിരി മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആയിരിക്കാം എന്ന് വിചാരിക്കുന്നു. രാവിലെ എണീറ്റിപ്പം വീട്ടിന് മുമ്പിൽ നിറയെ സ്മെല്ലാണ്. കാരണം ഇന്നലെ വേണ്ടത്ര മഴ പെയ്തില്ല തോന്നുന്നു. അത് കാരണം ആ മലിനജലം വീട്ടിൻ്റെ ചുറ്റും അവിടെ കെട്ടിക്കിടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു സംവിധാനം ഉണ്ടാക്കണം നമ്മൾ 2-3 മാസം മുമ്പ് നമ്മുടെ വാർഡ് കൗൺസിലറോട് പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇത് വരുന്നത് 19-ാം വാർഡിൽ നിന്നാണ്, അതുകൊണ്ട് 19-ാം വാർഡിൻ്റെ കൗൺസിലറോട് പറയാൻ പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ അങ്ങോട്ടും കൊണ്ട് തട്ടിക്കളിക്കുകയാണ് മുനിസിപ്പാലിറ്റി ഭാഗത്ത് നിന്ന്. മേഖലയിലെ ഫ്ളാറ്റുകളിൽ നിന്നാണ് ശുചിമുറി മാലിന്യം ഒഴുക്കിവിടുന്നത് എന്നാണ് നാട്ടുകാരുടെ ആരോപണം.
CPM വനിതാ നേതാവ് KJ ഷൈനിനെതിരെ നവമാധ്യമങ്ങളിലൂടെ അപവാദ പ്രചരണം നടത്തിയ ചാവക്കാട് നഗരസഭാ കൗൺസിലർ KV സത്താറിനെതിരെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രതിഷേധ പ്രകടനം നടത്തി. ചാവക്കാട് ഏരിയ കമ്മിറ്റി മുതുവട്ടൂരിൽ സംഘടിപ്പിച്ച പൊതുയോഗം സംസ്ഥാന കമ്മിറ്റി അംഗം KR സീത ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി ഷൈനി ഷാജി, പ്രീജ ദേവദാസ്, പ്രസന്ന രണദിവെ, പ്രിയ മനോഹരൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. നവമാധ്യമത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ അപവാദ പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. CPM വനിതാ നേതാവ് KJ ഷൈനിനെതിരെ നവമാധ്യമങ്ങളിലൂടെ അപവാദ പ്രചാരണം നടത്തിയതിൽ പ്രതിഷേധിച്ച് DYFIയുടെ നേതൃത്വത്തിൽ മുതുവട്ടൂരിൽ ബഹുജന പ്രതിഷേധം സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PS അശോകൻ, മുഹമ്മദ് റീനൂസ്, VG ബിജി, അജിത്, മുഹമ്മദ്, PV നഹാസ് തുടങ്ങിയവർ സംസാരിച്ചു. കുഴൂർ പഞ്ചായത്തിലെ ഐരാണിക്കുളം ആശുപത്രിയിൽ ആരോഗ്യ സംരക്ഷണത്തിനായി വ്യായാമത്തിനും സൗകര്യമൊരുക്കുന്നു. കുട്ടികൾക്കും സ്ത്രീകൾക്കും വിനോദത്തിനായി പാർക്കും സജ്ജമാക്കും. ആശുപത്രിയുടെ സ്ഥലത്ത് ഉപയോഗശൂന്യമായി അപകടാവസ്ഥയിലുണ്ടായിരുന്ന പഴയ കെട്ടിടം പൊളിച്ചാണ് ആരോഗ്യഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുട്ടികളുടെ പാർക്കും ജിമ്മും ഒരുക്കുന്നത്. ഇതിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തി. പഴയ കെട്ടിടം അപകടാവസ്ഥയിലായിട്ടും പൊളിക്കാൻ നടപടിയില്ലാത്തത് സംബന്ധിച്ച് TCV വാർത്ത നൽകിയിരുന്നു. തുടർന്നാണ് നടപടികൾ വേഗത്തിലായത്. 19 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഇവിടെ ആരോഗ്യഗ്രാമം പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് പദ്ധതി കൂടാതെ മാള ബ്ലോക്ക് പഞ്ചായത്തിന്റെ 1 ലക്ഷം രൂപ കൂടി ഇതിനായി വിനിയോഗിക്കുന്നുണ്ട്. നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കുഴൂർ പഞ്ചായത്തിലെ 4ാമത്തെ ഓപ്പൺ ജിമ്മായി ഇത് മാറും. കൂടാതെ ആരോഗ്യ കേരളം പദ്ധതിയിൽ ദേശീയ ആയുഷ് മിഷനുമായി ചേർന്ന് ആയുർവേദ ആശുപത്രിയിലും പഞ്ചായത്തിന്റെ 8 കേന്ദ്രങ്ങളിലും യോഗ പരിശീലിപ്പിക്കുന്നുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിന് മുൻഗണന നൽകുന്ന നിരവധി പദ്ധതികളാണ് പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലായി ഒരുക്കിയിട്ടുള്ളത്. TCV ന്യൂസ്, മാള. വാടാനപ്പള്ളിയിൽ കള്ളുഷാപ്പിലെ ജീവനക്കാരനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വാടാനപ്പള്ളി ഇടശ്ശേരി ബീച്ച് സ്വദേശികളായ പട്ടാലി വീട്ടിൽ ഹൃതിക് റോഷൻ, നമ്പി വീട്ടിൽ അഖിൽ, കുറുക്കൻപെരിയ വീട്ടിൽ മണികണ്ഠൻ എന്നിവരെയാണ് വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കടയിൽ വെച്ച് പീഡിപ്പിച്ച കേസിൽ പ്രതിയെ 6 വർഷം തടവിനും 50,000 രൂപ പിഴയടയ്ക്കാനും ശിക്ഷ വിധിച്ചു. കൊടുങ്ങല്ലൂർ സ്വദേശി ചേപ്പുള്ളി വീട്ടിൽ അബ്ദുൽ കരീമിനെയാണ് തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജ് ജയപ്രഭു ശിക്ഷ വിധിച്ചത്. അഭിഭാഷകരായ K സുരാജ്, ലിജി മധു എന്നിവർ പ്രോസിക്യൂഷനു വേണ്ടി കോടതിയിൽ ഹാജരായി. ഗുരുവായൂർ നഗരസഭയ്ക്ക് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അവാർഡ്. പരിസ്ഥിതി സംരക്ഷണത്തിലും മലിനീകരണ നിയന്ത്രണത്തിലും നേട്ടങ്ങൾ കൈവരിച്ചതിനുള്ള പ്ലാറ്റിനം അവാർഡാണ് ഗുരുവായൂരിന് ലഭിച്ചത്. കറുകുറ്റി അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ 27 നടക്കുന്ന അന്താരാഷ്ട്ര പരിസ്ഥിതി കോൺക്ലേവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവാർഡ് സമ്മാനിക്കും. മികച്ച ഹരിത വിദ്യാലയത്തിന് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ഏർപ്പെടുത്തിയ അവാർഡ് അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക LP സ്കൂളിന് ലഭിച്ചു. പ്ലാസ്റ്റിക് വിമുക്ത വിദ്യാലയം, മാലിന്യ സംസ്കരണം, ജൈവകൃഷി പ്രോത്സാഹനം തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കാണ് അംഗീകാരം. മാള പഞ്ചായത്തിന്റെ കർഷക അവാർഡ്, ഹരിത വിദ്യാലയ പുരസ്കാരം എന്നിവയും ഈ സ്കൂളിന് ലഭിച്ചിട്ടുണ്ട്. ഗാന്ധി സ്മാരക LP സ്കൂളിലെ പ്രവർത്തനങ്ങളെല്ലാം ഒന്നിനൊന്നും മികച്ചതായി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളും നമ്മുടെ അധ്യാപകരും കൂടി ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങൾ കേവലം ക്ലാസ് റൂമുകളിൽ മാത്രമല്ല പൊതു ഇടങ്ങളിലേക്കും അതിൻ്റെ ആശയങ്ങളും മറ്റും എത്തിക്കുന്നതിലേക്ക് കുട്ടികൾ നല്ല പ്രവർത്തനങ്ങൾ സ്കൂൾ കാഴ്ചവെക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂളിലെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നതോടൊപ്പം പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്ന ആശയം മുൻനിർത്തിക്കൊണ്ട് പ്ലാസ്റ്റിക് സഞ്ചി ഒഴിവാക്കി പകരം തുണിസഞ്ചികൾ വിതരണം ചെയ്ത് നമ്മുടെ അടുത്തുള്ള കടകളിൽ സ്ഥാപനങ്ങളിൽ വിതരണം ചെയ്ത് അത് അവബോധം ഉണ്ടാക്കുന്നതിനും അതോടൊപ്പം തന്നെ കുട്ടികൾ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഒഴിവാക്കി പകരം സ്റ്റീൽ ബോട്ടിലുകൾ ഉപയോഗിക്കാനുള്ള ആശയം കൂടി. ഇടവേള.
വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. 2 അംഗ ബൈക്ക് മോഷണ സംഘത്തെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. ചേറ്റുവ സ്വദേശി കുണ്ടലിയൂർ സജിൽ, എങ്ങണ്ടിയൂർ കല്ലുമടത്തിൽ വീട്ടിൽ അബീഷ് എന്നിവരെയാണ് വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. ചേറ്റുവ ചുള്ളിപ്പടി വെള്ളിക്കുളങ്ങര വീട്ടിൽ റഫീനയുടെ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന ബൈക്ക് മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ്. CPM നേതാവും വെള്ളറക്കാട് സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റുമായ MT വേലായുധന്റെ നിര്യാണത്തിൽ സർവകക്ഷി യോഗം അനുശോചിച്ചു. കടങ്ങോട് മില്ല് സെന്ററിൽ നടന്ന യോഗത്തിന് പഞ്ചായത്ത് മെമ്പർ CV സുഭാഷ് അധ്യക്ഷനായിരുന്നു. CPM ഏരിയ സെക്രട്ടറി KD ബാഹുലേയൻ, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, UV ഗിരീഷ്, OS വാസുദേവൻ, OK ശശി, അഭിലാഷ് കടങ്ങോട് തുടങ്ങിയവർ സംസാരിച്ചു. ഒരു 13 പ്രദേശത്തിനകത്ത് ഒരു കുട്ടിയെ കൊണ്ടുവന്ന് ചേർത്തുകയുണ്ടായി. ദേശീയപാത 66 നിന്നും കൊടുങ്ങല്ലൂർ നഗരത്തിലേക്കുള്ള പ്രവേശനപാത കോതപറമ്പിൽ സ്ഥാപിക്കണമെന്ന് വ്യാപാരി വ്യവസായി സമിതി ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഈ ആവശ്യമുന്നയിച്ച് സമിതിയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ നഗരസഭ അധികൃതർക്ക് നിവേദനം നൽകി. വിവിധ ആവശ്യങ്ങളടങ്ങിയ നിവേദനം നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS കൈസാബിന് കൈമാറി. സമിതി പ്രസിഡന്റ് അമർലാൽ, സെക്രട്ടറി സച്ചിൻ കാട്ടിൽ എന്നിവർ നിവേദക സംഘത്തിന് നേതൃത്വം നൽകി. നാട്ടിക നിയോജക മണ്ഡലത്തിൽ കൂൺ ഗ്രാമം പദ്ധതിക്ക് തുടക്കമായി. CC മുകുന്ദൻ MLA പദ്ധതി ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KK ശശിധരൻ, AK രാധാകൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ MR ദിനേശൻ, ശുഭ സുരേഷ്, ജീന നന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. SNDP മുകുന്ദപുരം യൂണിയൻ കാറളം മേഖലയുടെ നേതൃത്വത്തിൽ ബോധാനന്ദ സ്വാമി സമാധി ദിനാചരണം നടന്നു. മുകുന്ദപുരം യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് ചെറാക്കുളം ഉദ്ഘാടനം ചെയ്തു. കാറളം മേഖലാ ചെയർമാൻ സൈലാസ് കുമാർ കല്ലട അധ്യക്ഷനായിരുന്നു. സജീഷ് കോട്ടയം, KK ബിനു, PK പ്രസന്നൻ, ബിജോയ് നെല്ലിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. CPM പ്രാദേശിക നേതാവ് KT അപ്പുക്കുട്ടൻ അനുസ്മരണം സമ്മേളനം നടന്നു. തിരുവത്ര കുഞ്ചേരിയിൽ നടന്ന യോഗം CPM ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി MR രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KK മുബാറക്, KH സലാം, TM ദിലീപ്, PK രാധാകൃഷ്ണൻ, TM ഹനീഫ, KR ആനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. പൊയ്യ പഞ്ചായത്തിന്റെ കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ഒക്ടോബർ 5-ന് നടക്കും. ചാലക്കുടി പുഴയിലെ കുഴൂർ പഞ്ചായത്തിൽ നിന്നാണ് വെള്ളമെത്തിക്കുന്നത്. ഇതിനായി പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. സംഘാടക സമിതി രൂപവൽക്കരണ യോഗത്തിൽ പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് TK കുട്ടൻ, സെക്രട്ടറി TC ഗീത തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ നഗരസഭയുടെ ചക്കംകണ്ടം അങ്ങാടിത്താഴം മേഖലയിൽ മാലിന്യ നിക്ഷേപകരെ പിടികൂടാനായി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മേഖലയിൽ നേരത്തെ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. ക്യാമറകൾ ഇല്ലാത്ത സ്ഥലത്ത് മാലിന്യ നിക്ഷേപം തുടങ്ങിയതോടെയാണ് പൊതുജന സഹകരണത്തോടെ കൂടുതൽ ക്യാമറകൾ സ്ഥാപിച്ചത്. ഇതോടെ 2.5 കിലോമീറ്റർ ദൂരമുള്ള തീരദേശ റോഡ് മുഴുവൻ ക്യാമറയുടെ നിരീക്ഷണത്തിലായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AM ഷഫീർ ക്യാമറകളുടെ സമർപ്പണം നിർവഹിച്ചു. കൗൺസിലർ PK നൌഫൽ അധ്യക്ഷത വഹിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ C ലക്ഷ്മി, തീരദേശ ജാഗ്രതാ സമിതി അംഗങ്ങളായ ഷെരീഫ് കായൽക്കടവ്, ശ്രീധരൻ കറുത്തേടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നാഷണൽ സർവീസ് സ്കീം ദിനത്തോടനുബന്ധിച്ച് ചാഴൂർ ശ്രീനാരായണ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജീവിതോത്സവം സംഘടിപ്പിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് TB രതീഷ് അധ്യക്ഷത വഹിച്ചു. എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ KV രാജേഷ്,
NSS ചേർപ്പ് ക്ലസ്റ്റർ കൺവീനർ ആർ ശാലിനി, പ്രോഗ്രാം ഓഫീസർ EA ഷൈനി തുടങ്ങിയവർ സംസാരിച്ചു. മണലൂർ ഗോപിനാഥ് അവതരിപ്പിച്ച ലഹരി വിരുദ്ധ ഓട്ടൻതുള്ളൽ അരങ്ങേറി. അരിമ്പൂർ പഞ്ചായത്തിൽ നിരവധി മെഡിക്കൽ ക്യാമ്പുകൾ നടത്തിയ ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രിക്ക് പഞ്ചായത്തിന്റെ സ്നേഹാദരവ്. പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ ഉപഹാരം കൈമാറി. അരിമ്പൂർ പഞ്ചായത്ത് സെക്രട്ടറി റെനി പോൾ, അസിസ്റ്റന്റ് സെക്രട്ടറി ജെയിംസ് പീറ്റർ, വാർഡ് അംഗങ്ങളായ PA ജോസ്, CP പോൾ, K രാഗേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. നാഷണൽ സർവീസ് സ്കീമിന്റെ 56ാം വാർഷിക ദിനത്തോടനുബന്ധിച്ച് പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ അന്തിക്കാട് സാന്ത്വനം സ്പെഷ്യൽ സ്കൂൾ സന്ദർശിച്ചു. NSS വോളണ്ടിയേഴ്സും സാന്ത്വനത്തിലെ കുട്ടികളും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സ്മിത കുമാർ, CN ആശ, സാന്ത്വനം സ്കൂൾ ട്രഷറർ EG സുധാകരൻ എന്നിവർ സംസാരിച്ചു. NSS ലീഡർമാരായ PS കൃഷ്ണാനന്ദ്, PA നിരഞ്ജന, AS അഭിനവ്, ദേവനന്ദ K രതീഷ് എന്നിവർ നേതൃത്വം നൽകി. IAS ജൂനിയർ കോഴ്സിന്റെ സൗജന്യ ഓറിയന്റേഷൻ ക്ലാസ് ശനിയാഴ്ച തിരുവത്ര അൽ റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വൈകിട്ട് 4-ന് MLA നജീബ് കാന്തപുരം ഉദ്ഘാടനം നിർവഹിക്കും. സൗജന്യ ഓറിയന്റേഷൻ പരിപാടിയിലേക്ക് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഇതിനായി 7560810823 എന്ന നമ്പർ ഉപയോഗിക്കണമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ അൽ റഹ്മ വൈസ് പ്രസിഡന്റ് MA മൊയ്തീൻ ഷാ, അക്കാദമിക് ചെയർമാൻ അഹമ്മദ് കബീർ ഫൈസി, അൽ റഹ്മ ചീഫ് കോർഡിനേറ്റർ TM മൊയ്തീൻ ഷാ, അക്കാദമിക് കോർഡിനേറ്റർ ഡോക്ടർ സിറാജ് P ഹുസൈൻ, അൽ റഹ്മ മെമ്പർ VA മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 10,490 രൂപ, പവന് 83,920 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. പാലിയേക്കരയിൽ ടോൾ പിരിവ് പുനരാരംഭിക്കാൻ അനുമതി നൽകാതെ ഹൈക്കോടതി. മണ്ണുത്തി എടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് തുടരുന്നുവെന്ന് കളക്ടർ. ഹർജി ഈ മാസം 30-ന് വീണ്ടും പരിഗണിക്കും. അതിരപ്പള്ളി അരൂർമുഴിയിൽ വീണ്ടും പുലിയിറങ്ങി. തൊഴുത്തിൽ കെട്ടിയിട്ടിരുന്ന പശുക്കുട്ടിയെ കൊന്നു. വാൽപ്പാറയിൽ തോട്ടം തൊഴിലാളികൾക്ക് നേരെ കരടി പാഞ്ഞെടുത്തു. അന്തിക്കാട് മാങ്ങാട്ടുകര ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ മോഷണം. 6 ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് പണവും വെള്ളിക്കുടവും കവർന്നു. ഗുരുവായൂർ നഗരത്തിലെ ഗതാഗത പരിഷ്കാരത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഗതാഗത പരിഷ്കാരം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഗുരുവായൂരിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ വെള്ളിയാഴ്ച അർദ്ധരാത്രി മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കും. എരുമപ്പെട്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ ആരംഭിക്കുവാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. മന്ത്രി വാക്കുപാലിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ കെട്ടിടങ്ങളുടെ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ചു. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.